ഡിജിറ്റൽ യുഗത്തിൽ വിവാഹാലോചനകളും നിക്ഷേപങ്ങളും വിരൽത്തുമ്പിലാകുമ്പോൾ അതോടൊപ്പം തന്നെ വളരുന്ന ഭയാനകമായ ഒരു ക്രിമിനൽ ലോകത്തിന്റെ നേർചിത്രമാണ് കൊച്ചിയിൽ നിന്നുള്ള പുതിയ വാർത്ത. മാട്രിമോണിയൽ സൈറ്റിൽ കണ്ടുമുട്ടിയ ഒരു NRI യുവതിയെ വിശ്വസിച്ച് 37 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയ ഡോക്ടറുടെ അനുഭവം കേവലം ഒരു തട്ടിപ്പല്ല, മറിച്ച് കംബോഡിയയും ചൈനയും കേരളവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ സൈബർ റാക്കറ്റിന്റെ ഇരയാകുകയായിരുന്നു അദ്ദേഹം. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ഉൾപ്പെടെയുള്ള മലയാളി യുവാക്കൾ ഈ തട്ടിപ്പിന്റെ ഭാഗമായി അറസ്റ്റിലായതോടെ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ എങ്ങനെ അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങളുടെ കണ്ണികളാകുന്നു എന്ന ഗൗരവകരമായ ചർച്ചയും ഉയരുകയാണ്. കൊച്ചിയിലെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് ഈ ആസൂത്രിത തട്ടിപ്പിന് ഇരയായത്. ഒരു മാട്രിമോണിയൽ ആപ്പ് വഴിയാണ് തട്ടിപ്പ് സംഘം ഡോക്ടറെ സമീപിച്ചത്. വിദേശത്ത് ജോലി ചെയ്യുന്ന സുന്ദരിയായ ഒരു മലയാളി യുവതിയുടെ പ്രൊഫൈൽ കണ്ട ഡോക്ടർ അതിൽ താല്പര്യം പ്രകടിപ്പിച്ചു. തുടർന്ന് ഇരുവരും ചാറ്റിങ്ങിലൂടെ മറ്റും സംസാരിച്ചു തുടങ്ങി. മാസങ്ങളോളം നീണ്ടുനിന്ന സംഭാഷണങ്ങളിലൂടെ ഡോക്ടറുടെ പൂർണ്ണമായ വിശ്വാസം നേടിയെടുക്കാൻ ഈ യുവതിക്ക് സാധിച്ചു. വികാരധീനമായ സംഭാഷണങ്ങളും ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പങ്കുവെച്ച ഡോക്ടറെ അവർ മാനസികമായി അടിമപ്പെടുത്തി. സൈബർ ലോകത്ത് പിഗ് ബുച്ചറിംഗ് എന്നറിയപ്പെടുന്ന അതിക്രൂരമായ ഒരു തട്ടിപ്പ് രീതിയാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടത്. ഒരു പന്നിയെ വെട്ടുന്നതിന് മുൻപ് അതിനെ നന്നായി തീറ്റ കൊടുത്ത് വളർത്തുന്നത് പോലെ ഇരയെ സ്നേഹവും വിശ്വാസവും നൽകി വളർത്തിയ ശേഷം സാമ്പത്തികമായി കശാപ്പ് ചെയ്യുന്ന രീതിയാണിത്. വിശ്വാസം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ യുവതി താൻ വലിയ ലാഭമുണ്ടാക്കുന്ന വെബ്സൈറ്റ് എന്നൊരു ട്രേഡിംഗ് ആപ്പിനെ കുറിച്ച് ഡോക്ടറോട് പറഞ്ഞു. തനിക്ക് ലഭിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭത്തിന്റെ വ്യാജ സ്ക്രീൻഷോട്ടുകൾ അയച്ചു നൽകുകയും ചെയ്തു. നിക്ഷേപം തുടങ്ങാൻ ഡോക്ടറെ പ്രേരിപ്പിച്ചു. തുടക്കത്തിൽ ചെറിയ തുകകൾ നിക്ഷേപിച്ചപ്പോൾ ആപ്പിന്റെ ഡാഷ്ബോർഡിൽ വലിയ ലാഭം കാണാൻ സാധിച്ചു. ഇത് ഡോക്ടറുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. തുടർന്ന് പല ഘട്ടങ്ങളിലായി 37 ലക്ഷം രൂപ അദ്ദേഹം നിക്ഷേപിച്ചു. എന്നാൽ പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ പറയുകയും ഒടുവിൽ ആ യുവതിയുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും ചെയ്തപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് ഡോക്ടർ തിരിച്ചറിഞ്ഞത്. കൊച്ചി സൈബർ പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ 3 മലയാളികൾ പിടിയിലായി. സൂരജ് കൃഷ്ണ അരൂർ സ്വദേശി, എഞ്ചിനീയറിംഗ് ബിരുദധാരി; മുഹമ്മദ് ഫൈസൽ മലപ്പുറം സ്വദേശി; ആദിൽ KP മലപ്പുറം സ്വദേശി. 20-നും 25-നും ഇടയിൽ പ്രായമുള്ള ഈ യുവാക്കൾ സൈബർ സാങ്കേതിക വിദ്യയിൽ വിദഗ്ധരാണ്. ഇവർ കംബോഡിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചൈനീസ് ഓൺലൈൻ മാഫിയയുടെ ഏജന്റുമാരാണെന്ന് പോലീസ് കണ്ടെത്തി. തട്ടിപ്പിന് ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ സംഘടിപ്പിക്കുക, തട്ടിയെടുക്കുന്ന പണം ഉടൻ തന്നെ ക്രിപ്റ്റോ കറൻസി വഴിയോ മറ്റു മാർഗങ്ങളിലൂടെ വിദേശത്തേക്ക് കടത്തുക എന്നിവയായിരുന്നു ഇവരുടെ ചുമതല. കംബോഡിയ, മ്യാൻമാർ, ലാവോസ് തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ചൈനീസ് മാഫിയകൾ നിയന്ത്രിക്കുന്ന സൈബർ ക്രൈം പാർക്കുകൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെയാണ് ഇവയുടെ പ്രവർത്തനം. വൻകിട കെട്ടിട സമുച്ചയങ്ങളിൽ നൂറുകണക്കിന് യുവാക്കളെ താമസിപ്പിച്ച് അവരെ കൊണ്ട് നിർബന്ധിതമായി ഇത്തരം തട്ടിപ്പുകൾ ചെയ്യിപ്പിക്കുന്നു. ഡാറ്റ എൻട്രി ജോലികൾക്കോ കസ്റ്റമർ സപ്പോർട്ട് ജോലികൾക്കോ എന്ന് പറഞ്ഞ് വിദേശത്തേക്ക് വിമാന ടിക്കറ്റ് നൽകി യുവാക്കളെ കൊണ്ടുപോകുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പാസ്പോർട്ടുകൾ പിടിച്ചു വാങ്ങുകയും തടവിലാക്കുകയും ചെയ്യുന്നു. ആളുകളെ എങ്ങനെ സ്നേഹത്തിൽ കുടുക്കാം, ഏത് തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കണം എന്നതിനെക്കുറിച്ച് ഇവർക്ക് പ്രത്യേക പരിശീലനവും നൽകുന്നു. കേരളത്തിൽ നിന്നുള്ള ബിരുദധാരികളായ യുവാക്കൾ പോലും ഉയർന്ന ശമ്പളം പ്രതീക്ഷിച്ച് ഇത്തരം റാക്കറ്റുകളിൽ ചെന്ന് വീഴുന്നുണ്ട്. ചിലർ ബോധപൂർവം ഈ സംഘത്തിന്റെ ഭാഗമാകുമ്പോൾ മറ്റു ചിലർ അവിടെ തടവിലാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഡോക്ടറിൽ നിന്ന് തട്ടിയെടുത്ത 37 ലക്ഷം രൂപ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പല അക്കൗണ്ടുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള നിസ്സഹായരായ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ചെറിയ തുകയ്ക്ക് വാടകയ്ക്കെടുത്താണ് ഈ പണം സ്വീകരിക്കുന്നത്. അവിടെ നിന്നും ഈ പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റുകയും ചൈനീസ് പൗരന്മാരുടെ ഉടമസ്ഥതയിലുള്ള വിദേശ വാലറ്റുകളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇത് പണം തിരികെ കണ്ടെത്തുന്നത് പോലീസിന് അതീവ ദുഷ്കരമാക്കുന്നു. വിദ്യാഭ്യാസമുള്ളവർ പോലും ഇത്തരം തട്ടിപ്പുകളിൽ വീഴുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ എന്നാണ് വിദഗ്ധർ നൽകുന്ന മറുപടി. വിവാഹാലോചനയുമായി വരുന്നവർ ഉടൻ തന്നെ നിക്ഷേപത്തെക്കുറിച്ചോ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചോ സംസാരിക്കുന്നുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കുക. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഇല്ലാത്ത അജ്ഞാത ലിങ്കുകൾ വഴിയുള്ള ആപ്പുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത്. ലോകത്തെവിടെയും ഒറ്റ രാത്രി കൊണ്ട് പണം ഇരട്ടിയാകുന്ന നിയമപരമായ വിദ്യകളില്ല. അമിത ലാഭം വാഗ്ദാനം ചെയ്യുന്നതെല്ലാം തട്ടിപ്പാണ്. കൊച്ചിയിലെ ഡോക്ടറുടെ അനുഭവം ഒരു പാഠമാണ്. നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ അപരിചിതനും ഒരുപക്ഷെ വലിയൊരു ക്രിമിനൽ ശൃംഖലയുടെ ഭാഗമാകാം. അറസ്റ്റിലായ മലയാളി യുവാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് കൂടുതൽ പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് സൈബർ പോലീസ്. അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം റാക്കറ്റുകൾ സജീവമായതിനാൽ ഇന്റർപോളിന്റെ സഹായത്തോടെയുള്ള അന്വേഷണം മാത്രമേ ഇതിന് ശാശ്വത പരിഹാരമാകൂ. ഈ തട്ടിപ്പിലെ സാങ്കേതിക വശങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഡീകോഡ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് കരുതുന്നത്. പൊതുജനങ്ങൾ സൈബർ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായിരിക്കുക. തട്ടിപ്പിനിടയായാൽ ഉടനടി ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യുകയും വേണം.